കെമിക്കൽ ബോണ്ടിംഗ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചറിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ലൂയിസ് റെപ്രസെന്റേഷൻ ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഒക്ടറ്റ് റൂൾ. ലൂയിസ് റെപ്രസെന്റേഷൻ is based on octet rule and limitations of octet rule. രണ്ട് ടൈപ്പ് ബോണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. എന്തൊക്കെയാണ്? അയോണിക് ബോണ്ട് ആൻഡ് കോവലന്റ് ബോണ്ട്സ്. അയോണിക് ബോണ്ട് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? By transfer of electron from one atom to another, and that forms cations and anions. An electrostatic attraction between this cation and anion, that results ionic bonds. And electron sharing results covalent bonds. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി പറഞ്ഞതാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് factors affecting ionic bond formation. So the formation of an ionic bond that involves 3 steps. First step is formation of cation from neutral atom. First step is formation of cation from neutral atom. And another is, second step is formation of anion from neutral gaseous atom. And the third step is formation of lattice or formation of ionic solid from this cation and anion. ഏതൊക്കെയാണ്? കാറ്റയോൺ ഫോർമേഷൻ, അതുപോലെ ആനയോൺ ഫോർമേഷൻ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ കാറ്റയോണും ആനയോണും കൂടി ചേർന്ന് അയോണിക് ബോണ്ട് ആവുന്നു, അല്ലെങ്കിൽ അതൊരു സോളിഡ് ആയിട്ട് മാറുന്നു. അങ്ങനെ ഈ കാറ്റയോൺസും ആനയോൺസും ഇന്ററാക്ട് ചെയ്ത് ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡിന്റെ റെപ്രസെന്റേഷൻ ആണ് ലാറ്റിസ് എന്ന് പറയുക. ഇപ്പോൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് മാറണമെങ്കിൽ ഈ 3 സ്റ്റെപ്സ് ഉണ്ട്. ഈ 3 സ്റ്റെപ്സിലും ഉണ്ടാകുന്ന എനർജി ചേഞ്ച് എന്താണെന്നും അത് എങ്ങനെ ഒരു അയോണിക് ബോണ്ട് ഫോർമേഷനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. Consider the formation of an ionic solid MX. എന്ന് പറഞ്ഞാൽ അതിന്റെ ഇലക്ട്രോ പോസിറ്റീവ് പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യും, എക്സ് ഇലക്ട്രോ നെഗറ്റീവ് പാർട്ടിനെയും റെപ്രസെന്റ് ചെയ്യും. അപ്പം MX എന്നുള്ള ഒരു അയോണിക് സോളിഡ് അതിന്റെ കൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിൽ നിന്ന് ഫോം ചെയ്യുന്നു. അവിടെ ഉണ്ടാവുന്ന സ്റ്റെപ്സ്, അല്ലെങ്കിൽ MX എന്നുള്ള ഒരു അയോണിക് സോളിഡ് ഫോം ചെയ്യുമ്പോൾ അതിലുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു കാറ്റയോൺ ഫോർമേഷൻ, ആനയോൺ ഫോർമേഷൻ ആൻഡ് കോമ്പിനേഷൻ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ. ഫസ്റ്റ് സ്റ്റെപ്പില് M usually represents a metal or electropositive part. അപ്പം നമുക്ക് ഫോം ചെയ്യേണ്ട അയോണിക് സോളിഡില് ഒന്ന് ഇലക്ട്രോ പോസിറ്റീവും ഒന്ന് ഇലക്ട്രോ നെഗറ്റീവും ആയിരിക്കും യൂഷ്വലി. ഇലക്ട്രോ പോസിറ്റീവും ഇലക്ട്രോ നെഗറ്റീവും തമ്മിൽ ചേർന്നാണ് ഒരു അയോണിക് ബോണ്ട് ആവുക. അത് ഇലക്ട്രോ പോസിറ്റീവ് പാർട്ടിനെയാണ് M എന്ന് പറയാൻ കാരണം തന്നെ മെറ്റൽ എന്നുള്ളതാണ്. ഇലക്ട്രോ പോസിറ്റീവ് പാർട്ട് M അയണൈസസ് ആസ് M gives M++ ഇലക്ട്രോൺ. എമ്മിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് M+ ഗേഷ്യസ് കൺസ്റ്റിറ്റ്യൂവന്റ് അയോൺ ആയിട്ട് മാറും. That is the first step. Then ഇങ്ങനെ ഒരു മെറ്റലിൽ നിന്നും അതിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ എനർജി ഈസ് റിക്വയർഡ്. ഏത് കേസിലും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ എനർജി ആവശ്യമാണ്, കാരണം ഇലക്ട്രോൺ ഈസ് അട്രാക്റ്റഡ് ബൈ ന്യൂക്ലിയസ്. So the energy required to remove the valence electron or outermost electron from a neutral gaseous atom, that is called അയോണൈസേഷൻ എൻതാൽപ്പി. ഇവിടെ വേണ്ടി വരുന്ന, ഇങ്ങനെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന എനർജിക്ക് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും. അയോണൈസേഷൻ എൻതാൽപ്പി. Enthalpy means energy. So the energy required to remove electron from a neutral gaseous atom, that is called ionization enthalpy. So what is ionization enthalpy? Energy required to remove electron from a neutral gaseous atom. അതിനെ ionization enthalpy represented as delta H. Delta is change in H is enthalpy and delta is change in enthalpy during the process, and ionization represent ചെയ്യാൻ I എന്നുള്ള സിംബൽ കൊടുക്കും. ഡെൽറ്റ HI means ionization enthalpy. കാറ്റയോൺ ഫോം ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. It is always required form of energy since electron is always attracted by nucleus. So the first step is formation of cation and the energy change is called ionization enthalpy.
ഒരു അയോണിക് സോളിഡ് അല്ലെങ്കിൽ അയോണിക് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ കാറ്റയോൺ ഫോം ചെയ്യണം. ആൻഡ് എനർജി ഈസ് റിക്വയർഡ് ഫോർ ഫോമിംഗ് കാറ്റയോൺ. ദാറ്റ് എനർജി ഈസ് കോൾഡ് അയണൈസേഷൻ എൻതാൽപ്പി. ദാറ്റ് ഈസ് റിക്വയർഡ് ഫോം ഓഫ് എനർജി. എനർജി അബ്സോർബ് ചെയ്യുന്ന കേസിൽ എപ്പോഴും എൻതാൽപ്പി സൈന് പോസിറ്റീവ് ആയിരിക്കും. സോ ഹിയർ ഡെൽറ്റ എച്ച് ഐ ഈസ് പോസിറ്റീവ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, അത് കാറ്റയോൺ ഫോം ചെയ്ത് ഇനി ആനയോൺ വേണം. mx എന്ന സോളിഡ് ആണ് നമ്മൾ എടുത്തത്. സോ ദി എക്സ് ഇലക്ട്രോനെഗറ്റീവ് പാർട്ടാണ് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രോനെഗറ്റീവായ ഹാലജൻസ് ഒക്കെയാണ് സാധാരണ അയോണിക് സോളിഡ് ഫോം ചെയ്യാം. അപ്പോൾ എക്സ് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. കാരണം ഇതിൽ ഹാലജൻസ് ആണെങ്കിൽ ഒരു ഇലക്ട്രോൺ ആണ് കുറവുള്ളത്. അപ്പൊ ഇവിടെ റിമൂവ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിനെ എക്സ് ഗെയിൻ ചെയ്യും. എന്തായിട്ട് മാറും? എക്സ് മൈനസ് ഗേഷ്യസ് ആനയോൺ ആയിട്ട് മാറും. Electronegative atom accepts electron changing to anion. And here also energy change. But electron സ്വീകരിക്കുമ്പോഴും energy change ഉണ്ട്. And the energy change involved is called electron gain enthalpy. Electron gain ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന energy change ന് electron gain enthalpy. So here the energy change is called electron gain enthalpy. Represented as delta H enthalpy change. Electron gain ചെയ്തതിനെ delta H Eg എന്ന് represent ചെയ്യും. Electron gain enthalpy. ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിച്ച് ആനയോൺ ആവുന്നു. അവിടെ ഉണ്ടാവുന്ന എനർജി ചേഞ്ചിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയും. ഈ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പോസിറ്റീവോ നെഗറ്റീവോ ആവാം. അതായത് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യാൻ, സാധാരണ കേസിൽ എനർജി റിലീസ് ചെയ്യാണ്. പിന്നെ ചിലപ്പോൾ എനർജി അബ്സോർബ് ചെയ്തും ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാറുണ്ട്. അത് ചില സ്പെഷ്യൽ കേസിൽ മാത്രമാണ് എനർജി സ്വീകരിച്ചുകൊണ്ട് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാം. യൂഷ്വലി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് നെഗറ്റീവ്. അപ്പൊ അതാണ് അയണൈസേഷൻ എൻതാൽപ്പി എപ്പോഴും പോസിറ്റീവ് ആണ്. കാരണം എനർജി ഈസ് റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ. ഇനി ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ അത് പോസിറ്റീവോ നെഗറ്റീവോ ആവാം. സാധാരണ ഒരു സ്റ്റേബിളായ ആനയോൺ ഉണ്ടാകുമ്പോൾ എപ്പോഴും എന്താണ് എനർജി റിലീസ് ചെയ്യാൻ. So electron gain enthalpy is usually negative. In the third step, cation anion form ചെയ്തു. അത് തമ്മിൽ കമ്പൈൻ ചെയ്യും. m plus plus x minus. m plus ഗ്യാസും x minus ഗ്യാസും gaseous ആയതും കൂടി കമ്പൈൻ ചെയ്ത് mx അയോണിക് സോളിഡ് ആയി മാറും. mx സോളിഡ് ആയിട്ട് ചേഞ്ച് ചെയ്യും. ഇവിടെയും എനർജി ചെയ്യുന്നുണ്ട്. കാറ്റയോണും ആനയോണും ഓപ്പോസിറ്റ് ചാർജസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതിനാണ് അയോണിക് ബോണ്ട് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ കാറ്റയോണും ആനയോണും തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ അതൊരു സോളിഡ് ആയി ചേഞ്ച് ചെയ്യുന്നു. ആൻഡ് എനർജി റിലീസ്ഡ്, അതായത് വി ഗെറ്റ് ദി ലാറ്റിസ് ഓഫ് സോളിഡ്. സോളിഡിന്റെ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ലാറ്റിസ് ഫോം ചെയ്യും. കാറ്റയോണും ആനയോണും കൂടെ ചേർന്ന് ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ഫോം ചെയ്യും. And the energy change involved is called lattice enthalpy. Ionic solid form ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അയോണിക് സോളിഡ് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിന് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയും. ദാറ്റ് ഇസ് റെപ്രസെന്റഡ് ആസ് ഡെൽറ്റ എച്ച് ലാറ്റിസ്. ലാറ്റിസ് എൻതാൽപ്പി. ഇവിടെ കാറ്റയോണും ആനയോണും കൂടി ചേർന്ന് അയോണിക് സോളിഡ് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി ചേഞ്ചിനാണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കിതെല്ലാം ഈ എൻതാൽപ്പീസ് എല്ലാം പറയുന്നത് 1 മോളിലാണ്. അപ്പോൾ 1 മോൾ മെറ്റല് അതിന് കാറ്റയോൺ ആയിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിന് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും. ഇതുപോലെ 1 മോൾ ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിച്ച് ആനയോൺ ആയി മാറുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയും. ഇനി ലാറ്റിസ് എൻതാൽപ്പി എന്താണ്? This enthalpy change when 1 mole of a lattice is formed from its gaseous constituent ions. 1 mole lattice അതിന്റെ gaseous constituent ions നിന്ന് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എനർജി ചേഞ്ച്. That is called lattice enthalpy. ഇവിടെ 1 mole lattice അതിന്റെ അയോൺസിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യാണ് ചെയ്യുക. ലാറ്റിസ് ഫോം ചെയ്യുമ്പോൾ എപ്പോഴും എനർജി റിലീസ് ചെയ്യാണ്. കാറ്റയോണും ആനയോണും കൂടെ ചേർന്ന് ലാറ്റിസ് ഫോം ചെയ്യുമ്പോൾ അവിടെ എനർജി റിലീസ് ചെയ്യും.
സോ ഹിയർ ലാറ്റിസ് എൻതാൽപ്പി ഈസ് നെഗറ്റീവ്. ഇവിടെ ഡെൽറ്റ എക്സ് ലാറ്റിസ് നെഗറ്റീവ് ആണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂ ഉണ്ടെങ്കിലും ഒരു സ്റ്റേബിൾ ആനയോൺ ഫോം ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അയണൈസേഷൻ എൻതാൽപ്പി എപ്പോഴും എന്താണ്? പോസിറ്റീവ് ആണ്. സോ ഡെൽറ്റ എച്ച് ഈസ് ഓൾവേസ് പോസിറ്റീവ്. That are the 3 steps involved in ionic bond formation. ഇനി ഈ അയണിക് ബോണ്ട് ഫോർമേഷന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്താണ്? അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ലാറ്റിസ് എൻതാൽപ്പി, ഇതിന്റെ ഒക്കെ വാല്യൂസ് എങ്ങനെയായിരിക്കുമ്പോഴാണ് അയോണിക് ബോണ്ട് ഫോർമേഷൻ എളുപ്പമാവുക? അല്ലെങ്കിൽ ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ അയോണിക് ബോണ്ട് ഫോർമേഷൻ നോക്കുക. ഫസ്റ്റ് കാറ്റയോൺ ഫോർമേഷൻ. ഇത് ഈ 3 സ്റ്റെപ്സ് നടന്നാലാണ് അയോണിക് ബോണ്ട് ഫോം ചെയ്യുക. അപ്പൊ കാറ്റയോൺ ഫോർമേഷന് ഫേവറബിൾ ആയ കണ്ടീഷൻ എന്തായിരിക്കും? കാറ്റയോൺ ഫോം ചെയ്യാൻ ആവശ്യമായ എനർജിക്ക് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും. സോ ലെസ്സർ ദി എനർജി റിക്വയർഡ് ടു ഫോം ദി കാറ്റയോൺ, ദി മോർ ഈസിയർ ഈസ് അയോണിക് ബോണ്ട് ഫോർമേഷൻ. അതായത് ഈ കാറ്റയോൺ ഫോം ചെയ്യാൻ എത്ര എളുപ്പത്തിൽ കാറ്റയോൺ ഫോം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര എനർജി കുറഞ്ഞ, ഇവിടെ ഈ കാറ്റയോൺ ഫോം ചെയ്യണമെങ്കിൽ എനർജി ആവശ്യമാണ്. അപ്പൊ എത്ര കുറച്ച് എനർജി അബ്സോർബ് ചെയ്താൽ കാറ്റയോൺ ഫോം ചെയ്യുമോ അത്രയും എളുപ്പമാണ്, അല്ലെങ്കിൽ അത്രയും ഫേവറബിൾ ആണ് അയോണിക് ബോണ്ട് ഫോർമേഷൻ. മനസ്സിലായോ? ഈ കാറ്റയോൺ ഫോം ചെയ്യാൻ ആവശ്യമായ എനർജി കുറയുന്നതനുസരിച്ച് അത്രയും എളുപ്പത്തിൽ കാറ്റയോൺ ഫോർമേഷൻ നടക്കും. സോ ലെസ്സർ ദി വാല്യൂ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി, ഗ്രേറ്റർ ഈസ് ദി ചാൻസ് ഫോർ ഫോർമേഷൻ ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്. ലെസ്സർ ദി വാല്യൂ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി, ഗ്രേറ്റർ ഈസ് ദി stability of cation forms, അല്ലെങ്കിൽ greater is the chance for formation of cation. അപ്പോൾ ഇവിടെ ആവശ്യമായ, അതായത് ഇങ്ങനെ അയണൈസ് ചെയ്യാൻ ആവശ്യമായ എനർജി കുറയുന്നതനുസരിച്ച് അയണൈസേഷൻ എളുപ്പമാവും. സോ എ ലോ വാല്യൂ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി ഫേവേഴ്സ് അയോണിക് ബോണ്ട് ഫോർമേഷൻ. അപ്പോൾ എന്താണ് ഫേവറബിൾ കണ്ടീഷൻ? ലോ വാല്യൂ ഓഫ്, ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ലോ അയണൈസേഷൻ എൻതാൽപ്പി, ലോ വാല്യൂ ഓഫ് delta HI. That is one favorable condition. ഇനി നോക്കുക രണ്ടാമത്തത്, ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത് ആനയോൺ ആകുമ്പോൾ ഒരു സ്റ്റേബിൾ ആനയോൺ ഫോം ചെയ്താൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് അയോണിക് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ സ്റ്റേബിൾ ആനയോൺ ഉണ്ടാവണം. സോ ഹിയർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് നെഗറ്റീവ്. ഇനി ഫേവറബിൾ കണ്ടീഷൻ നമുക്ക് എങ്ങനെ പറയാം? എനർജി എത്രയധികം എനർജി റിലീസ് ചെയ്യുന്നു, ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ എത്രയധികം എനർജി റിലീസ് ചെയ്യുന്നു അത്രയും സ്റ്റേബിളായ ആനയോണാണ് ഫോം ചെയ്യുക. ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി കൂടുന്നതനുസരിച്ച് സ്റ്റേബിളായ ആനയോൺ ഫോം ചെയ്യും. അല്ലെങ്കിൽ ദാറ്റ് ഫേവേഴ്സ് അയോണിക് ബോണ്ട് ഫോർമേഷൻ. എങ്ങനെ പറയാം? കൂടുതൽ എനർജി റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി മോർ നെഗറ്റീവ് ആവുക. അതിന്റെ വാല്യൂ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അത്രയും എനർജി റിലീസ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഈ സൈൻ എന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ എനർജി അബ്സോർബ് ചെയ്യുന്നു, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനർജി റിലീസ് ചെയ്യും. അപ്പൊ ഇവിടെ അയോൺ ഉണ്ടാകുമ്പോൾ എത്രയധികം എനർജി റിലീസ് ചെയ്യുന്നു അത്രയും എളുപ്പമാണ് അയോണിക് ബോണ്ട് ഫോർമേഷൻ. സോ എ ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫേവേഴ്സ് അയോണിക് ബോണ്ട് ഫോർമേഷൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അതായത് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി എത്ര കൂടുന്നോ അത്രയും എളുപ്പമാണ് അയോണിക് ബോണ്ട് ഫോർമേഷൻ. A high negative value of electron gain enthalpy favors ionic bond formation. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഡെൽറ്റ എച്ച് ഇ ജി ഫേവേഴ്സ് അയോണിക് ബോണ്ട് ഫോർമേഷൻ. ഇത് രണ്ട് ഫേവറബിൾ കണ്ടീഷൻ പറഞ്ഞു. ലോ വാല്യൂ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി കൂടുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഹൈ നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത്രയധികം എനർജി റിലീസ് ചെയ്യും. ഇനി മൂന്നാമത്തെ ഫേവറബിൾ കണ്ടീഷൻ എന്തായിരിക്കും? കാറ്റയോണും ആനയോണും ചേർന്ന് അയോണിക് സോളിഡ് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് ലാറ്റിസ് എൻതാൽപ്പി. അത് നെഗറ്റീവ് ആണ്, എനർജി റിലീസ് ചെയ്യും. അവിടെയും എന്താണ്? എത്ര കൂടുതൽ എനർജി റിലീസ് ചെയ്യുന്നു അത്രയും സ്റ്റേബിൾ ആയ ലാറ്റിസ് ആണ് ഫോം ചെയ്യുക, അല്ലെ? എനർജി എത്ര കുറഞ്ഞിരിക്കുന്നു അത്രയും സ്റ്റെബിലിറ്റി കൂടും. So, greater the energy released, greater is the stability of ionic solids. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ലാറ്റിസ് എൻതാൽപ്പി, ലാറ്റിസ് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ്, അപ്പോൾ അത് നെഗറ്റീവ് ആണ്.
So greater the negative value, greater is the stability of lattice bonds. So we can, what is the third condition? A high negative value of lattice enthalpy favors ionic bond formation. So third, high negative value of delta H lattice. High negative value of delta H lattice favors ionic bond formation. These three factors are ionic bond formation favorable conditions. Ionic bond formation സ്വാധീനിക്കുന്ന മൂന്ന് ഘടകങ്ങൾ അയണൈസേഷൻ എൻതാൽപ്പി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് ലാറ്റിസ് എൻതാൽപ്പി. ഈ മൂന്ന് ഫാക്ടേഴ്സും എങ്ങനെയായിരിക്കുമ്പോഴാണ് അയണിക് ബോണ്ട് ഫോർമേഷൻ എളുപ്പമാവുക? എ ലോ വാല്യൂ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി, ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് ലാറ്റിസ് എൻതാൽപ്പി. ദാറ്റ് ഫേവേഴ്സ് അയണിക് ബോണ്ട് ഫോർമേഷൻ. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണ്. അയണിക് ബോണ്ട് ഫോർമേഷനിൽ 3 സ്റ്റെപ്സ്. ഫസ്റ്റ് കാറ്റയോൺ ഫോർമേഷൻ, സെക്കൻഡ് ആയോൺ ഫോർമേഷൻ, തേർഡ് സ്റ്റെപ്പിൽ ഈ 2 അയോൺസ് ചേർന്ന് അയോണിക് സോളിഡ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ ലാറ്റിസ് ഫോം ചെയ്യുന്നു. ഈ മൂന്നിലും ഇൻവോൾവ് ചെയ്യുന്ന എനർജി, ഫസ്റ്റ് സ്റ്റെപ്പിൽ കാറ്റയോൺ ഉണ്ടാകുന്ന എനർജിക്ക് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയും, അത് പോസിറ്റീവ് ആണ്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന എനർജി ചേഞ്ചിന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയും, അത് യൂഷ്വലി സ്റ്റേബിൾ അയോൺ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നെഗറ്റീവ് ആണ്. ഇനി അയോൺസ് ചേർന്ന് സോളിഡ് മാറുമ്പോൾ ഉണ്ടാകുന്ന എനർജിക്ക് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയും, അതും ലാറ്റിസ് ഫോം ചെയ്യുമ്പോഴുള്ള ലാറ്റിസ് എൻതാൽപ്പി നെഗറ്റീവ് ആണ്. ഇനി അതിന്റെ ഫേവറബിൾ കണ്ടീഷൻസ്, ഫാക്ടേഴ്സ് ഫേവറിംഗ് അയണിക് ബോണ്ട് ഫോർമേഷൻ ഈസ് ലോ വാല്യൂ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി, ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആൻഡ് ലാറ്റിസ് എൻതാൽപ്പി. അപ്പൊ നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്താണെന്ന് പഠിച്ചു. എന്താ ലാറ്റിസ് എൻതാൽപ്പി? Energy released when 1 mole of ionic solid is formed from its gaseous constituent ions. Suppose we are breaking an ionic solid. 1 mole ionic solid ne break ചെയ്ത് അതിനെ constituent ions ആക്കി മാറ്റുന്നു. അപ്പോൾ അവിടെയും എനർജി ചേഞ്ച് ഉണ്ട് അല്ലെ? അയോണിക് സോളിഡിലെ പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് തമ്മിൽ സ്ട്രോങ് ഇന്ററാക്ഷൻ ഉണ്ട്. അതിനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ കൺസ്റ്റിറ്റ്യൂവന്റ് അയോൺസ് ആക്കി മാറ്റണമെങ്കിലും അവിടെ എനർജി ആവശ്യമാണ് അല്ലെ? ലാറ്റിസ് ഫോം ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും, അതേസമയം ലാറ്റിസിനെ ബ്രേക്ക് ചെയ്യാൻ എനർജി ആവശ്യമാണ്. സോ ദി എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 mole of lattice into its gaseous constituent ions, that is also called lattice enthalpy. Energy required to break 1 mole of lattice into its gaseous constituent ions, that is also called lattice enthalpy. 1 mole ionic solidനെ അതിന്റെ കൺസ്റ്റിറ്റ്യൂവന്റ് ഗേഷ്യസ് അയോൺസ് ആയി ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി, ദാറ്റ് ഈസ് ലാറ്റിസ് എൻതാൽപ്പി. അപ്പോൾ അയോണിക് സോളിഡ് 1 mole അതിന്റെ അയോൺസിൽ നിന്ന് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി ലാറ്റിസ് എൻതാൽപ്പിയാണ്. അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് 1 mole ലാറ്റിസിനെ അതിന്റെ അയോൺസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജി, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ലാറ്റിസ് എൻതാൽപ്പി. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞു അയോണിക് സോളിഡ് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി m plus ഗ്യാസ് plus x minus ഗ്യാസ് gives mx solid. ഇവിടെ ഉണ്ടാവുന്ന എൻതാൽപ്പിക്ക് ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയും. അത് എന്തായിരിക്കും? റിലീസ് ചെയ്യുന്ന എനർജിയാണ് നെഗറ്റീവാണ്. ഇനി അതിന്റെ ഓപ്പോസിറ്റ് 1 mole അയോണിക് സോളിഡിനെ mx സോളിഡിനെ ബ്രേക്ക് ചെയ്ത് m പ്ലസ് ഗേഷ്യസ് കൺസ്റ്റിറ്റ്യൂവന്റ് അയോൺസ് m പ്ലസ് ഗ്യാസ് ആൻഡ് x മൈനസ് ഗ്യാസ് അതിനെ ഗേഷ്യസ് കൺസ്റ്റിറ്റ്യൂവന്റ് അയോൺസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജിക്കും എന്ത് പറയും? ലാറ്റിസ് എൻതാൽപ്പി, ഡെൽറ്റ എച്ച് ലാറ്റിസ് എന്ന് പറയും. അപ്പൊ അതിന്റെ സൈൻ എന്തായിരിക്കും? ഇവിടെ അയോണിക് സോളിഡിനെ ബ്രേക്ക് ചെയ്യാണ്. So it is required energy. Break ചെയ്യാൻ എനർജി ആവശ്യമാണ്. So what is the sign of lattice enthalpy? Lattice enthalpy is positive. Here delta H lattice is positive. വാല്യൂ ഇത് രണ്ടും ഒരേ സോളിഡ് ആണെങ്കിൽ, ഇപ്പൊ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ Na പ്ലസും Cl മൈനസും ചേർന്ന് NaCl ആവുന്നു. അവിടെ എനർജി എന്താണ്? റിലീസ് ചെയ്യുന്നു. ഇനി അതേസമയം NaCl ബ്രേക്ക് ചെയ്ത് Na പ്ലസും Cl മൈനസും ആകുമ്പോൾ എന്താണ്? എനർജീസ് റിക്വയർഡ്. അതിൽ രണ്ടിലും ഒരു അയോണിക് സോളിഡ് തന്നെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പിന്റെ വാല്യൂ സെയിം ആയിരിക്കും, പക്ഷെ സൈൻ ഡിഫറെന്റ് ആയിരിക്കും. സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുമ്പോഴാണെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി
നെഗറ്റീവ് ആണ്. പക്ഷെ സോഡിയം ക്ലോറൈഡിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ലാറ്റിസ് എൻതാൽപ്പി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ദി വാല്യൂ ഈസ് സെയിം ബട്ട് സൈൻ ഈസ് ഓപ്പോസിറ്റ്. അതാണ് ലാറ്റിസ് എൻതാൽപ്പി നമുക്ക് രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. എനർജി റിലീസ്ഡ് when 1 mole of ionic solid is formed from its gaseous constituent ions, or it is energy required to form 1 mole of ionic solid from the gaseous constituent ions. That is about lattice enthalpy. അപ്പോൾ അയോണിക് ബോണ്ട് ഫോർമേഷൻ്റെ ഫേവറബിൾ ഫാക്ടേഴ്സും അതുപോലെ ലാറ്റിസ് എൻതാൽപ്പിയുടെ ഡെഫിനേഷനും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോവലന്റ് ബോണ്ടിനെ കുറിച്ചാണ്. ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് നമുക്കുള്ളത് കോവലന്റ് ബോണ്ടിങ് ആണ്. ഇനി കോവലന്റ് ബോണ്ടിന്റെ അല്ലെങ്കിൽ ബോണ്ട് പാരാമീറ്റേഴ്സ്, മെഷറബിൾ ക്വാണ്ടിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ബോണ്ട് ഈസ് കോൾഡ് ബോണ്ട് പാരാമീറ്റേഴ്സ്. നമുക്ക് നോക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോണ്ട് പാരാമീറ്റേഴ്സ്, അല്ലെങ്കിൽ ബോണ്ടിൽ നിന്ന് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ്. ഫസ്റ്റ് ക്വാണ്ടിറ്റി ഈസ് ബോണ്ട് ലെങ്ത്. It is the distance between the nuclei of two bonded atoms. രണ്ട് ബോണ്ടഡ് ആറ്റത്തിന്റെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള അകലം, അതാണ് ബോണ്ട് ലെങ്ത് എന്ന് പറയാം. അല്ലെങ്കിൽ പറയാം ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. രണ്ട് ആറ്റത്തിന്റെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള അകലം, ദാറ്റ് ഈസ് കോൾഡ് ബോണ്ട് ലെങ്ത് ഓർ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. So what is bond length? Distance between the nuclei of two bonded atoms, or it is called internuclear distance. ഇനി ബോണ്ട് ലെങ്തിൽ നിന്നും നമുക്ക് റേഡിയസ്, കോവലന്റ് റേഡിയസ് പറയാം. What is covalent radius? When a bond is formed between two similar atoms, അല്ലെങ്കിൽ പറയാം homonuclear diatomic molecule. Homonuclear means same type nucleus, അല്ലെങ്കിൽ same type atoms. ഒരേപോലത്തെ രണ്ട് ആറ്റംസ് കൂടിച്ചേർന്നുണ്ടാവുന്ന മോളിക്യൂളിനാണ് ഹോമോന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾ എന്ന് പറയാം. അതിന്റെ ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. കോവലന്റ് റേഡിയസ് ഈസ് ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ന്യൂക്ലിയൈ ഓഫ് ടു ബോണ്ടഡ് ആറ്റംസ് ഇഫ് ദേ ആർ സിമിലർ ആറ്റംസ്. ഒരേപോലെയുള്ള ആറ്റംസ് ആണ് ബോണ്ട് ചെയ്യുന്നതെങ്കിൽ കോവലന്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡിസ്റ്റൻസിനെ, ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ പകുതി. ഹാഫ് ഓഫ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഈസ് കോൾഡ് കോവലന്റ് റേഡിയസ്. സോ കോവലന്റ് റേഡിയസ് ഈസ് ഹാഫ് ഓഫ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് when similar atoms are linked, and when dissimilar atoms are joined, covalent radius is taken as contribution of each atom to bond length. ഇനി നമ്മൾ റേഡിയസ് കോവലന്റ് റേഡിയസ് മാത്രമല്ല യൂസ് ചെയ്യാം, വാൻഡർവാൾസ് റേഡിയസ്, അതുപോലെ മെറ്റാലിക് റേഡിയസ്, ഇങ്ങനെ ഡിഫറെന്റ് ടേംസ്, ഡിഫറെന്റ് ടൈപ്പ് റേഡിയസ് യൂസ് ചെയ്യാറുണ്ട്. What is വാൻഡർവാൾസ് റേഡിയസ്? വാൻഡർവാൾസ് റേഡിയസ് ഒരു നോൺ ബോണ്ടഡ് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുക. രണ്ട് അടുത്തടുത്തുള്ള രണ്ട് ആറ്റംസ്, പക്ഷെ അത് ബോണ്ടഡ് അല്ല. രണ്ട് മോളിക്യൂളിന്റെ അടുത്തടുത്ത് വരുന്ന ആറ്റംസ്, അത് ബോണ്ടഡ് അല്ല. അപ്പോൾ ആ ക്ലോസസ്റ്റ് ആയിട്ടുള്ള രണ്ട് ആറ്റംസിനിടയിലുള്ള ഡിസ്റ്റൻസിന്റെ ഹാഫ്, ക്ലോസസ്റ്റ് ആയ രണ്ട് നോൺ ബോണ്ടഡ് ആറ്റത്തിന്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ ഹാഫ്, അതാണ് വാൻഡർവാൾസ് റേഡിയസ്. That means it is in a non-bonded situation, and covalent radius is in a bonded, covalently bonded molecule. So van der Waals radius is half of the distance between the nuclei of two adjacent non-bonded atoms. ഏതായിരിക്കും കൂടുതൽ വരിക? കോവലന്റ് റേഡിയസ് ആണോ വാൻ ഡെർ വാൾസ് റേഡിയസ് ആണോ? കോവലന്റ് റേഡിയസ് എന്താണ്? രണ്ട് ആറ്റംസ് ബോണ്ട് ചെയ്യുമ്പോൾ, ബോണ്ടഡ് ആയിരിക്കുമ്പോൾ അതിന്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ പകുതി, അതാണ് കോവലന്റ് റേഡിയസ്. ഇനി വാൻ ഡെർ വാൾസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ രണ്ട് നോൺ ബോണ്ടഡ് ആറ്റംസ്, ക്ലോസസ്റ്റ് ആണ് പക്ഷെ നോൺ ബോണ്ടഡ് ആണ്, അങ്ങനെയുള്ള രണ്ട് ആറ്റത്തിന്റെ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ പകുതി, ദാറ്റ് ഈസ് വാൻ ഡെർ വാൾസ് റേഡിയസ്. ഇപ്പൊ ബോണ്ടിങ്ങിൽ ഞാൻ പറഞ്ഞത് മെർജിങ് ഓർ ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽസ്. ഓർബിറ്റൽസ് കുറച്ച് കൂടിച്ചേർന്നിട്ടാണ്, അത് തമ്മിൽ കൂടിച്ചേർന്നിട്ട് ആണ് ബോണ്ട് ഫോം ചെയ്യാം. പിക്ചർ നോക്കുക. കോവലന്റ് റേഡിയസിൽ രണ്ട് ആറ്റംസ് തമ്മിൽ മെർജ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. വാൻ ഡെർ വാൾസ് റേഡിയസിൽ എന്താണ്? വാൻ ഡെർ വാൾസ് ഇന്ററാക്ഷനിൽ രണ്ട് അടുത്തടുത്തുള്ള രണ്ട് ആറ്റംസ് ആണ്, രണ്ട് മോളിക്യൂളിലെ അടുത്തടുത്തുള്ള ആറ്റംസ്, അതിനിടയിൽ മെർജിങ് ഇല്ല, ഓർബിറ്റൽ ഓവർലാപ്പിംഗ് ഇല്ല. സോ വാൻ ഡെർ വാൾസ് റേഡിയസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ കോവലന്റ് റേഡിയസ്. കോവലന്റ് റേഡിയസിനേക്കാൾ കൂടുതലാണ് വാൻ ഡെർ വാൾസ് റേഡിയസ്. Another parameter used is bond angle. What is bond angle? It is the angle between the two bonded electron pairs around the central atom. ഇപ്പോൾ ഒരു പോളിയാറ്റോമിക് മോളിക്യൂളിൽ
the angle between the two bonded electron pairs around the central atom. That is called the bond angle. നോക്കാം വാട്ടർ മോളിക്യൂൾ H2O മോളിക്യൂളിൽ അതിനൊരു ബെൻഡ് ഷേപ്പാണ് H2Oയ്ക്കുള്ളത്. ഷേപ്പ് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കും. H2O മോളിക്യൂളിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ബെൻഡായിട്ട് റെപ്രസെന്റ് ചെയ്യാം. രണ്ട് ഹൈഡ്രജൻ ആറ്റംസും ഓക്സിജനും. അപ്പോൾ ഇതിനിടയിലുള്ള ഈ രണ്ട് ബോണ്ടഡ് ഇലക്ട്രോൺ പെയർസ്, ഓക്സിജനും ഹൈഡ്രജനും ഓരോ ഇലക്ട്രോണും ഷെയർ ചെയ്ത് രണ്ട് ബോണ്ട് ആവുന്നു. അങ്ങനെ ഈ ബോണ്ടഡ് പെയറിനിടയിലുള്ള ആംഗിളിലാണ് ബോണ്ട് ആംഗിൾ പറയുക. ദാറ്റ് ഈസ് 104.5 ഡിഗ്രി. ദാറ്റ് ഈസ് ബോണ്ട് ആംഗിൾ ഇൻ വാട്ടർ മോളിക്യൂൾസ്. സോ ദി ആംഗിൾ ബിറ്റ്വീൻ ബോണ്ടഡ് ഇലക്ട്രോൺ പെയർസ്, ഓക്സിജനിൽ ബാക്കി രണ്ട് ലോൺ പെയർസ് ഉണ്ട്. 6 ഇലക്ട്രോൺ ഉള്ളതിൽ ഒരു ഇലക്ട്രോൺ ഈ ഹൈഡ്രജനുമായി ബോണ്ട് ഷെയർ ചെയ്യും, ഒരു ഇലക്ട്രോൺ ഇതുമായും ഷെയർ ചെയ്യും. രണ്ട് ലോൺ പെയർസ് ഉണ്ട്. ബോണ്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ബോണ്ടഡ് ഇലക്ട്രോൺ പെയർസ് അല്ലെങ്കിൽ ബോണ്ട് പെയർസ് ഇൻ എ പോളിയാറ്റോമിക് മോളിക്യൂൾ. Another bond parameter is bond enthalpy. Enthalpy is energy. So bond enthalpy is bond energy എന്ന് പറയും. It is the energy required to break 1 mole of a type of bond. 1 mole ഒരു type bond break ചെയ്യാൻ വേണ്ട energy. That is called the bond enthalpy. അപ്പോൾ അത് ആവശ്യമായ എനർജിയാണ്. ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ എപ്പോഴും എനർജി ആവശ്യമാണ്. അപ്പോൾ 1 mole ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജിക്കാണ് ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എപ്പോഴും കിലോ ജൂൾസ് പെർ മോൾ. ഒരു മോളിൽ എത്ര കിലോ ജൂൾസ് ഓഫ് എനർജി വേണം, ഒരു മോളിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജി കിലോ ജൂൾസ് പെർ മോളിലാണ് ബോണ്ട് എൻതാൽപ്പി എക്സ്പ്രസ് ചെയ്യുക. ഹൈഡ്രജൻ മോളിക്യൂളിൽ അതിനകത്തുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആറ്റംസ് ആക്കി മാറ്റുക. ഇങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആറ്റംസ് ആക്കി മാറ്റാൻ വേണ്ട എനർജി, ദാറ്റ് ഈസ് കോൾഡ് ബോണ്ട് എൻതാൽപ്പി. അതിനെ റെപ്രസെന്റ് ചെയ്യാം ഡെൽറ്റ എച്ച് ബോണ്ട് എന്ന് റെപ്രസെന്റ് ചെയ്യും. ബോണ്ട് എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ ഈസ് 435.8 കിലോ ജൂൾ പെർ മോൾ. 1 മോൾ ഹൈഡ്രജനെ ബ്രേക്ക് ചെയ്ത് അതിന്റെ ഗേഷ്യസ് കൺസ്റ്റിറ്റ്യൂവന്റ് ആറ്റംസ് ആക്കി മാറ്റാൻ വേണ്ട എനർജി, ദാറ്റ് ഈസ് കോൾഡ് ബോണ്ട് എൻതാൽപ്പി. ഡെൽറ്റ എച്ച് ബോണ്ട് ഈസ് ഈക്വൽ ടു 435.8 കിലോ ജൂൾ പെർ മോൾ. അതുപോലെ ഏത് മോളിക്യൂൾ, ക്ലോറിൻ മോളിക്യൂൾ, അതുപോലെ ഏത് ഡയാറ്റോമിക് മോളിക്യൂളിലും ആവശ്യമായ എനർജിക്ക് ബോണ്ട് എൻതാൽപ്പി എന്ന് പറയും. ഇനി ഇതൊരു സിംഗിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ട് ഉള്ള മോളിക്യൂൾസിലാണെങ്കിൽ അതിന് വേണ്ട എനർജി എങ്ങനെയായിരിക്കും ഇതിനെ അപേക്ഷിച്ച്? ഇവിടെ HH സിംഗിൾ ബോണ്ടാണ്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ രണ്ട് ആറ്റത്തിനിടയിൽ ഡബിൾ ബോണ്ടാണ് വരിക. സോ ഇറ്റ് റിക്വയർസ് മോർ എനർജി. So energy required to break a double bond is greater than that of single bond. Triple ആകുമ്പോൾ വീണ്ടും എനർജി ഇൻക്രീസ് ചെയ്യും. So bond enthalpy increases with the increase in bond multiplicity. ബോണ്ടിന്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര ബോണ്ട് ഉണ്ട്, ആറ്റത്തിനിടയിൽ എത്ര ബോണ്ട് ഉണ്ട്. അപ്പോൾ ബോണ്ട് മൾട്ടിപ്ലിസിറ്റി കൂടുന്നതനുസരിച്ച് ബോണ്ട് എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യും. സിംഗിൾ ബോണ്ടിനേക്കാൾ കൂടുതൽ എനർജി വേണം ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ, അതിനേക്കാൾ കൂടുതൽ എനർജി വേണം ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ. ഇനി ഇതൊരു ഡയാറ്റോമിക് മോളിക്യൂളുള്ള കേസാണ്. ഇനി ഒരു പോളിയാറ്റോമിക് മോളിക്യൂളിൽ ഓരോ ബോണ്ടിനും ആവശ്യമായ എനർജി റിക്വയർഡ് ടു ബ്രേക്ക് ഈച്ച് ബോണ്ട് ഈസ് ഡിഫറെന്റ് ഈവൻ ദോ ദേ ആർ സെയിം ടൈപ്പ് ബോണ്ട്സ്. പോളിയാറ്റോമിക് മോളിക്യൂളിൽ ഒരേ ടൈപ്പ് ബോണ്ടാണെങ്കിലും അത് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജി ഓരോ സ്റ്റെപ്പിലും ഡിഫറെന്റ് ആണ്. ടേക്ക് ആൻ എക്സാമ്പിൾ, വാട്ടർ മോളിക്യൂൾ. ഇൻ H2O there is 2 OH bonds. ആദ്യം മുതൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഹൈഡ്രജനും OH-ഉമായിട്ട് മാറുന്നു. ഒരു OH ബോണ്ട് ബ്രേക്ക് ചെയ്ത് H-ഉം OH-ഉമായിട്ട് ചേഞ്ച് ചെയ്യുന്നു. അവിടെ വേണ്ടി വരുന്ന എനർജി 502 കിലോ ജൂൾസ് പെർ മോൾ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പില് ഇവിടെ ഒരു ബോണ്ടും കൂടി ഉണ്ട്. OH-ൽ ഒരു ബോണ്ട് ഉണ്ട്. ഈ OH ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഓക്സിജനും ഹൈഡ്രജനുമായിട്ട് മാറുന്നു. And the energy needed is 427 kilojoules per mole. Second enthalpy is 427 kilojoules per mole. ഈ രണ്ട് കേസിലും എന്താണ്? HO ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുക, ഒരേ ടൈപ്പ് ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുക. പക്ഷെ അതിന് വേണ്ടി വരുന്ന എനർജി രണ്ട് സ്റ്റെപ്പിലും ഡിഫറെന്റ് ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഡിഫറൻസ് വരിക? ഒരേ ടൈപ്പ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ബട്ട് ദി എനർജി റിക്വയർഡ് ഈസ് ഡിഫറെന്റ്. അതിന് കാരണം എന്താണ്? അതിന് കാരണം നമുക്ക് പറയാം, ജനറലി പറയുകയാണെങ്കിൽ ദി കെമിക്കൽ എൻവയൺമെന്റ് ഈസ് ഡിഫറെന്റ് ഇൻ ഈച്ച് കേസ്. ഈ രണ്ട് കേസിലുമുള്ള കെമിക്കൽ എൻവയൺമെന്റ് ഡിഫറെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ
ആദ്യത്തെ കേസിൽ 2 OH ബോണ്ട് ഉണ്ട്. H2O രണ്ട് OH ബോണ്ട് ഉണ്ട് അല്ലേ? HOH ബോണ്ട്, H2O ഇങ്ങനെ 2 ബോണ്ട് ഉണ്ട്. അപ്പോൾ ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ആണ്. അത് പരസ്പരം ഇന്ററാക്ട് ചെയ്യും. ബോണ്ട് ഈസ് ഇലക്ട്രോൺ പെയർ ആൻഡ് ദേ ആർ ഇന്ററാക്ടിങ് ഈച്ച് അതർ. ആദ്യത്തെ വാട്ടർ മോളിക്യൂളിൽ 2 HO ബോണ്ട് ഉണ്ട്. അത് പരസ്പരം ഇന്ററാക്ട് ചെയ്യും. ബോണ്ട് ഈസ് ഇലക്ട്രോൺ പെയർ, സോ ദേ ആർ ഇന്ററാക്ടിങ് ഈച്ച് അതർ. അപ്പോൾ ഒരു ബോണ്ട് അടുത്ത ബോണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബോണ്ടുകൾ പരസ്പരം ഇന്ററാക്റ്റഡ് ആണ്. അപ്പോൾ അവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജി എന്ന് പറഞ്ഞാൽ അത് അടുത്ത ബോണ്ടും കൂടി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ദി എനർജി ഈസ് ഡിഫറൻറ്റ്. ഈ രണ്ടാമത്തെ കേസിൽ എന്താണ്? ഒറ്റ ബോണ്ടേ ഉള്ളൂ. OH ഒറ്റ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ടേ ഉള്ളൂ. നോ അതർ ഇന്ററാക്ഷൻസ്. സോ ദി എനർജി റിക്വയർഡ് ഈസ് ഡിഫറൻറ്റ്. അപ്പൊ അതാണ് രണ്ട് ഒരേ ടൈപ്പ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ സ്റ്റെപ്പിലും ആവശ്യമായി വരുന്ന എനർജി വാല്യൂ ഡിഫറെന്റ് ആവാൻ കാരണം ഡ്യൂ ടു ദി ഡിഫറൻസ് ഇൻ കെമിക്കൽ എൻവയൺമെന്റ്. നമുക്ക് പൊതുവായി പറയാം, അതിന്റെ കെമിക്കൽ എൻവയൺമെന്റ് ഡിഫറെന്റ് ആണ്. ആദ്യത്തെ കേസിൽ 2 ബോണ്ട് ഉണ്ട്, അത് പരസ്പരം ഇന്ററാക്റ്റഡ് ആണ്. അപ്പൊ അതിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന എനർജി കൂടുതലാണ്. ദെൻ സെക്കൻഡ് കേസിൽ ഒറ്റ ബോണ്ടേ ഉള്ളൂ, സോ ദി എനർജി റിക്വയർഡ് ഈസ് ഡിഫറെന്റ്. അങ്ങനെയാകുമ്പോൾ H2O മോളിക്യൂളിന്റെ ബോണ്ട് എൻതാൽപ്പിയെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അതിലുള്ള ഓരോ ബോണ്ടും ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജി ഡിഫറെന്റ് ആണ്. സോ ബോണ്ട് എൻതാൽപ്പി ഓഫ് മോളിക്യൂൾ ഈസ് ടേക്കൺ ആസ് ദി ആവറേജ് ഓഫ് ഡിഫറെന്റ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പീസ്. ഈ ഓരോ സ്റ്റെപ്പിന്റെയും വേണ്ട എനർജിക്ക് നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറയാം. ആൻഡ് ബോണ്ട് എൻതാൽപ്പി ഓഫ് ദി മോളിക്യൂൾ ഈസ് ടേക്കൺ ആസ് ആവറേജ് ഓഫ് ദിസ് ഡിഫറെന്റ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പീസ്. ഈ 2 സ്റ്റെപ്പിലുള്ള ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പീസിന്റെ ആവറേജ് ആണ് മോളിക്യൂളിന്റെ ബോണ്ട് എൻതാൽപ്പി. So average bond enthalpy is 502 plus 427 divided by 2. That is 464.5 kilojoules per mole. ഇതാണ് വാട്ടർ മോളിക്യൂളിന്റെ ബോണ്ട് എൻതാൽപ്പി. അപ്പൊ അങ്ങനെ പോളിആറ്റോമിക് മോളിക്യൂൾസിലെ ഓരോ ബോണ്ടും ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജി ഡിഫറെന്റ് ആയിരിക്കും. മോളിക്യൂളിന്റെ ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എല്ലാ ഓരോ സ്റ്റെപ്സിന്റെയും എൻതാൽപ്പീസിന്റെ ആവറേജ് ആണ് മോളിക്യൂളിന്റെ ബോണ്ട് എൻതാൽപ്പി. ദാറ്റ് ഈസ് അബൌട്ട് ബോണ്ട് എൻതാൽപ്പി ഓഫ് മോളിക്യൂൾ. ഇനി ഒരു ബോണ്ട് പാരാമീറ്റർ കൂടെ ഉണ്ട്, ബോണ്ട് ഓർഡർ. ഇൻ ലൂയിസ് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഇൻ ലൂയിസ് സ്ട്രക്ചേഴ്സ്, ബോണ്ട് ഓർഡർ മീൻസ് നമ്പർ ഓഫ് കോവലന്റ് ബോണ്ട് ബിറ്റ്വീൻ ആറ്റംസ്. 2 ആറ്റത്തിനിടയിൽ എത്ര കോവലന്റ് ബോണ്ട് ഉണ്ട് എന്ന് പറയുന്നതാണ് ലൂയിസ് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ലൂയിസ് സ്ട്രക്ചറിൽ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോവലന്റ് ബോണ്ട് ബിറ്റ്വീൻ ആറ്റംസ്. ബോണ്ട് ഓർഡർ ഇൻ ഹൈഡ്രജൻ. Hydrogen molecule there is HH single bond, so the bond order is 1. ഹൈഡ്രജൻ മോളിക്യൂളിലുള്ള ബോണ്ട് ഓർഡർ 1 ആണ്. കാരണം ഒരു ബോണ്ട് കൊണ്ടാണ് ഹൈഡ്രജൻ ആറ്റംസ് ലിങ്ക് ചെയ്യുക. While in oxygen, bonding oxygen double bond ആണ്. So bond order is 2. ഇവിടെ bond order 2 ആണ് വരിക. Then in nitrogen molecule NN triple bond, so bond order is 3. So it represents number of covalent bond between 2 bonded atoms. ഈ ഒരു മോളിക്യൂളിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആണെങ്കിൽ, മോളിക്യൂൾ ആവാം, ന്യൂട്രൽ മോളിക്യൂൾ ആവാം, അയോൺസ് ആവാം, ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആണെങ്കിൽ they are called isoelectronic species. Species having atoms or ions having same number of electrons, they are called isoelectronic species. And isoelectronic species have identical bond orders. ഒരേ നമ്പർ ഇലക്ട്രോൺസ് ഉള്ള മോളിക്യൂൾസിനും അയോൺസിനും എല്ലാം എന്താണ്? ഒരേ ബോണ്ട് ഓർഡർ ആയിരിക്കും. Isoelectronic species have identical bond orders. Isoelectronic species an example F2 and O2 2-. നമുക്ക് ഫ്ലൂറിൻ മോളിക്യൂളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഫ്ലൂറിന്റെ ആറ്റോമിക് നമ്പർ 9 ആണ്. 9 ഇലക്ട്രോൺസ് ഉണ്ട്. ഫ്ലൂറിൻ മോളിക്യൂളിൽ 18 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്സിജനിലോ? ഓക്സിജനിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. ഓക്സിജൻ മോളിക്യൂൾ ആകുമ്പോൾ 16 ഇലക്ട്രോൺ വരും. 2 - 1 2 എക്സ്ട്രാ ഇലക്ട്രോൺ കൂടി. സോ ഇറ്റ് ഓൾസോ ഹാസ് 18 ഇലക്ട്രോൺ. ഇത് രണ്ടും ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. ഒന്ന് ന്യൂട്രൽ മോളിക്യൂളും ഒന്ന് ആനയോണിക് സ്പീഷീസ്. ബോണ്ട് ഓർഡർ എങ്ങനെയായിരിക്കും ഇതിന്റെ? നമുക്കറിയാം ഫ്ലൂറിന്റെ ബോണ്ട് ഓർഡർ എന്താണ്? F സിംഗിൾ ബോണ്ട് ആണ്. സോ ബോണ്ട് ഓർഡർ ഈസ് 1. അങ്ങനെയാകുമ്പോൾ O2 2- 18 ഇലക്ട്രോൺ ആണ് ഹാവിംഗ് ബോണ്ട് ഓർഡർ 1. O2
2 മൈനസിൻ്റെയും ബോണ്ട് ഓർഡർ 1 ആയിരിക്കും. സോ ബോണ്ട് ഓർഡർ ഓഫ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ആർ സെയിം. അനദർ എക്സാമ്പിൾ, N2CO and NO plus. N2 ൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 14 ഇലക്ട്രോൺസ്. CO-യിലോ കാർബണിന് 12, കാർബണിന് 6, ഓക്സിജന് 8, 14 ഇലക്ട്രോൺസ്. CO-യിലും കാർബണിന് 6, ഓക്സിജന് 8 ഇലക്ട്രോണും 14 ഇലക്ട്രോൺസ്. NO പ്ലസിൽ നൈട്രജനിൽ 7 ഇലക്ട്രോൺ ഉണ്ട്, ഓക്സിജനിൽ 8 ഇലക്ട്രോൺ. പെട്രോളിന് 15 വരേണ്ടതാണ്, പക്ഷെ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, 1 ഇലക്ട്രോൺ കുറവാണ്. സോ ഇറ്റ് ഓൾസോ ഹാസ് 14 ഇലക്ട്രോൺസ്. സോ ദീസ് ആർ ഐസോഇലക്ട്രോണിക് സ്പീഷീസ് ആൻഡ് ഹാവിംഗ് ഐഡന്റിക്കൽ ബോണ്ട് ഓർഡേഴ്സ്. നൈട്രജന്റെ ബോണ്ട് ഓർഡർ എത്രയാ? 3. So bond order of N2CO and NO plus is 3. Isoelectronic species have identical bond orders. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ബോണ്ട് പാരാമീറ്റേഴ്സ് പഠിച്ചു. ഈ ബോണ്ട് പാരാമീറ്റേഴ്സ് തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യും? നേരത്തെ പറഞ്ഞു, ഈ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോവലന്റ് ബോണ്ട് ബിറ്റ്വീൻ ആറ്റംസ് ആണ്. ബോണ്ട് ഓർഡർ, ആസ് ബോണ്ട് ഓർഡർ ഇൻക്രീസസ് ബോണ്ട് മൾട്ടിപ്ലിസിറ്റി ഇൻക്രീസസ്. ബോണ്ട് ഓർഡർ നമ്മൾ പറഞ്ഞു, ഹൈഡ്രജന്റെ ബോണ്ട് ഓർഡർ 1 ആണ്, ഡബിൾ ആകുമ്പോൾ ബോണ്ട് ഓർഡർ 2 ആവും, ട്രിപ്പിൾ ആകുമ്പോൾ ബോണ്ട് ഓർഡർ 3 ആവും. സോ ആസ് ബോണ്ട് ഓർഡർ ഇൻക്രീസസ് ബോണ്ട് മൾട്ടിപ്ലിസിറ്റി ഇൻക്രീസസ്. ആൻഡ് വാട്ട് അബൌട്ട് ബോണ്ട് എൻതാൽപ്പി? സിംഗിൾ ബോണ്ട് ഡബിൾ ട്രിപ്പിൾ ആയി മാറുമ്പോൾ ബോണ്ട് സ്ട്രോങ് ആവും. സോ ബോണ്ട് എൻതാൽപ്പി ഇൻക്രീസസ്. ആസ് ബോണ്ട് ഓർഡർ ഇൻക്രീസസ് ബോണ്ട് എൻതാൽപ്പി ഇൻക്രീസസ്. വാട്ട് അബൌട്ട് ബോണ്ട് ലെങ്ത്? സിംഗിൾ ബോണ്ടിനേക്കാൾ അട്രാക്ഷൻ കൂടുതലാണ് ഡബിൾ ബോണ്ട് ആകുമ്പോൾ, അപ്പോൾ ലെങ്ത് കുറയും അല്ലെ, ബോണ്ട് ആറ്റംസ് കൂടുതൽ അടുത്ത് വരും. ഇനി ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോൾ വീണ്ടും ഡിസ്റ്റൻസ് അട്രാക്ഷൻ കൂടും, ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യും. സോ ആസ് ബോണ്ട് ഓർഡർ ഇൻക്രീസസ് bond enthalpy increases and bond length decreases. So they are related as bond order is proportional to bond enthalpy and inversely proportional to bond length. Bond order കൂടുമ്പോൾ bond enthalpy കൂടും, bond length decrease. So that are the different bond parameters. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്ന് നമ്മൾ പഠിച്ചു factors affecting ionic bond formation, low ionization enthalpy, high electron gain enthalpy and lattice enthalpy. High negative electron gain enthalpy and lattice enthalpy favors ionic bond formation. Bond parameters എന്തൊക്കെയാണ്? ബോണ്ട് ലെങ്ത്, അതിൽ നിന്ന് നമുക്ക് കോവലന്റ് റേഡിയസും അതുപോലെ വാൻ ഡെർ വാൾസ് റേഡിയസ് ഇത് പറഞ്ഞു, ബോണ്ട് ആംഗിൾ, ദെൻ ബോണ്ട് എൻതാൽപ്പി, ദെൻ ബോണ്ട് ഓർഡർ and the relationship between these different parameters. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോവലന്റ് ബോണ്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നന്നായി പഠിക്കുക. ഈ എന്താണ് പാരാമീറ്റേഴ്സും അതുപോലെ അയോണിക് ബോണ്ട് ഫോർമേഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, താങ്ക് യു.